നമ്മൾ റിസർച്ച് അങ്ങനെ ആ ഒരു ബന്ധമാണ്. ആ രീതിയിൽ ഏൽപ്പിച്ച കുറെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടാൾക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അതിലെല്ലാവരും കൂടെ നിന്നോ, നമ്മളെ ഒറ്റ കെട്ടായി നിന്നു. നമുക്കൊരു കയ്യബദ്ധം സംഭവിച്ചു പോയതാണ്. ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വൈകാതെ പറ്റില്ലെത്തും സമയം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അബ്ദുറഹീമിൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വന്നിരുന്നല്ലോ, അബ്ദുറഹീമിൻ്റെ മോചനം ഉടനെ ഉണ്ടാകുമെന്നും. ഓൾറെഡി വിധി വന്നല്ലോ. അപ്പോൾ ഉടനെ തന്നെ അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നാട്ടിൽ എന്താക്കാൻ നമ്മളിപ്പോൾ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് ആ ഒരു സന്തോഷം നിമിഷത്തിൽ ഉമ്മനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതേമാതിരി തന്നെ അബ്ദുറഹീമിനെ നാട്ടിലെത്തിക്കാൻ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇനിയുള്ള പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. മനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല സമയത്തും പല നേരത്തും നമ്മൾ ഇന്ന് വരും നാളെ വരും എന്നൊക്കെയുള്ള ഓരോ രീതിയിൽ ഒരു സമയം പല ഘട്ടങ്ങളിലും പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് റഹീം കൂടെ എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് അമ്മായിയുടെ ഒരു തീരുമാനമല്ലോ. എന്തൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ കിട്ടി, അതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ എനിക്കായിട്ടും എന്ത് പറയാനും കുട്ടി അതന്നെ ഞാൻ പറയാം. എനിക്ക് എൻ്റെ കുട്ടിയെ ഒന്ന് കാണണം, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. വന്നെ കണ്ണിലൊന്ന് കാട്ടിത്തരും. കാത്തിരുന്ന് കണ്ടിട്ട് ഒന്നും കുറിച്ച് സന്തോഷത്തിലല്ലേ വന്ന് കാണട്ടെ. 1:30 വിളിച്ചെനിക്ക് വർത്താനൊക്കെ പറഞ്ഞു. എന്നോട് വാക്ക് കൊടുത്ത് എന്ന് പോയിട്ട് പിന്നെ അതൊരു വർത്താനം എന്റെ കുട്ടീനെ എന്താണ് ഇനിയൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചെറിയൊരു സമയം എന്തായാലും എടുക്കുമല്ലോ. കാരണം അവിടുത്തെ ഒരു ലീഗൽ പ്രൊസീജിയറൊക്കെ കഴിയണ്ടേ. അപ്പോൾ ആ ഒരു വിഷയം. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ വലിയൊരുനാളിൻ്റെ ലീവും വന്നു. 15 ദിവസത്തോളം അവിടെ ലീവാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തിനകം തന്നെ കുറേയൊക്കെ പൂർത്തിയാക്കാമായിരുന്നു. ഏതായാലും ഇനി വല്ലാതെ വൈകൂല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, ഇനിയുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് പിന്നെ ആക്ടിലുള്ള ഇതാണിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം അത് പബ്ലിക് റൈറ്റ്സിലുള്ളത് കഴിയാനുണ്ട്. അത് പെട്ടെന്ന് പൂർത്തിയാവുമെന്നാണ് വിചാരിക്കുന്നത്. അത് പിന്നെ ഒരു സിറ്റിംഗ് കൂടെ മതിയാവും. ആ സിറ്റിങ്ങിന് എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അടുത്തൊരു നിയമപരമായ അവരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ വക്കീലുണ്ട്, നമ്മുടെ എംബസി ഉദ്യോഗസ്ഥരുണ്ട്. നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലമായി നമ്മളോടൊപ്പമുള്ള യൂസഫ് കാക്കഞ്ചേരി എംബസി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമുണ്ട്. പിന്നെ അതേ ഞങ്ങളുടെ ഇതിൻ്റെ പവർ ഓഫ് അറ്റോർണി, ഈ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി കൊടുത്ത സിദ്ദീഖ് തൂവൂർ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം വളരെ സജീവമായി ഇതിൻ്റെ പിന്നിലുണ്ട്. കൂടാതെ റിയാദിലെ കമ്മിറ്റി, ഇപ്പം അബ്ദുള്ള വലഞ്ചര സാഹിബാണ് അതിൻ്റെ ജനറൽ കൺവീനർ. CP മുസ്തഫ ചെയർമാനായിട്ട്, സെബിൻ ഇക്ബാൽ ട്രഷററായിട്ടുള്ളൊരു കമ്മിറ്റി. അവിടെ ഫുൾ ലൈവായിട്ട് ഒരു നല്ലൊരു ടീം ഇതിന് വേണ്ടി അവിടെ നമ്മൾ തുടക്കം അങ്ങനെയാണ്. കാരണം അവിടെ ആ ഒരു ആവേശത്തിലാണ് നമ്മൾ ഈ ഫണ്ട് സമാഹരണത്തിനൊക്കെ ഇറങ്ങിയത്. തുടക്കം മുതലേ സജീവമായി പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. 2006 മുതൽ എന്ന് റഹീം ജയിലിലായോ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരേ ഒരാളാണ്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് പോയി വന്നിരിക്കുന്നു. പക്ഷെ അതിന് അന്ന് മുതൽ ഇന്ന് വരെ 18 വർഷക്കാലം. ഇപ്പം നമ്മൾ സത്യത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. ഇവ 2006 മുതൽ 2021 ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കേസ് ഒരുവിധം ആയതിനു ശേഷമാണ് ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പ്രാവശ്യം ശിക്ഷ റദ്ദ് ചെയ്തു ഒരു കോടതി. അപ്പോഴൊക്കെ അതിനു വേണ്ടി വക്കീലന്മാരെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് ചെലവാക്കി ഇങ്ങനെയൊക്കെ ക്യാഷ് ചെലവാക്കി അതിൻ്റെ പിന്നിൽ നിന്ന് നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അഷ്റഫ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സാമ്പത്തിക ബാധ്യത നമുക്കുണ്ട്. നമ്മൾ 2-3 വക്കീലിനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അഷ്റഫ് സ്വന്തം ആളുകളെ കൂട്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും പൊതുസമൂഹത്തിന് ഇതൊന്നും അറിയില്ല. കാരണം ഇവരൊക്കെ വിചാരിച്ചത് ഇന്നലെ നമ്മൾ സഹായ സമിതി ഉണ്ടാക്കി ഇന്ന് റഹീമിനെ പുറത്തിറക്കി എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 18 വർഷക്കാലത്ത് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി മൂപ്പരാണ്. ഞങ്ങൾക്ക് അതിനുശേഷം വന്ന കമ്മിറ്റിയിലെ ആളുകളാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ ടീം വർക്കാണ്. അതെല്ലാവരും അന്ന് മുതൽ നമ്മളെല്ലാവരെയും കൂട്ടുപിടിച്ച് അതന്നെ കുറെ ആളുകൾ പ്രവാസമൊക്കെ അവസാനിപ്പിച്ചു എന്ന് കാണാം. 18 വർഷമായല്ലോ അതിൻ്റെ പിന്നിൽ. അതിനനുസരിച്ച് പുതിയ ഓരോ ഓർഗനൈസേഷൻ ലെവലിലും അവിടെ ഏകദേശം 100-ലധികം സംഘടനകളുണ്ട് റിയാദിൽ സാമൂഹ്യ. അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ. ഇപ്പം അദ്ദേഹം പിന്നെ അബ്ദുള്ള സാഹിബ് OICCയുടെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള ഒരു ഇതിലിങ്ങനെ പിന്നെ വരുന്ന ആളുകളൊക്കെ മുന്നിൽ നിർത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. ഒരു ടീം വർക്കാണ്. നമ്മൾ ആരെങ്കിലും ഒരാളെ ഇതൊന്നും അങ്ങനെ ഒരു സംഗതിയൊന്നുമല്ല.